പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി നാം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നാം മനസ്സ് വയ്ക്കുകയാണെങ്കിൽ പുണ്യപൂർണതയിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കും. ഇതിനായി നാം ചെയ്യേണ്ടത് ദൈവത്തോട് ചേർന്നിരിക്കുകയും ദൈവവചനം പാലിക്കുകയും പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രഭാഷകൻ 15:15 തിരുവചനം പറയുന്നുണ്ട്, മനസ്സ് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ നിനക്ക് സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. നാം പലപ്പോഴും പറയും, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, ആ വചനങ്ങൾ കഠിനമാണ് എന്നൊക്കെ നാം പറയാറുണ്ട്. എന്നാൽ തിരുവചനം പറയുകയാണ്, മനസ്സ് വെച്ചാൽ നമുക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. നമുക്ക് ദൈവത്തോട് വിശ്വസ്തത ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ നാം പാലിക്കും. നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് വേണ്ടി പീഡകൾ സഹിക്കുകയും നമ്മുടെ പാപഭാരങ്ങൾ മുഴുവൻ വഹിക്കുകയും കുരിശിൽ ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത യേശുവിനോട് നാം വിശ്വസ്തരായി ജീവിക്കണം എന്നതാണ്. പുണ്യപൂർണതയിലേക്ക് എത്തുവാനായിട്ട് രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ടത് പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറണം. സങ്കീർത്തനം 119:11 സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം സൂക്ഷിച്ചാൽ, വചനം പാലിച്ച് ജീവിച്ചാൽ നമുക്ക് പാപത്തിൽ നിന്ന് അകന്നിരിക്കാൻ സാധിക്കും. നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾക്കാണ്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 21-22 തിരുവചനങ്ങളിലൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ എന്ന്. അപ്പോൾ നാം വചനം കേട്ടാൽ മാത്രം പോരാ, വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. നാം വചനം പാലിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കും കഴിയും. അതിനായി നാം തീവ്രമായി പരിശ്രമിക്കണം. എല്ലാ തിന്മകളെയും ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനമെടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.